രാവിലെ പുലർച്ചെ തന്നെ ഇവരവിടെ വരുന്നു. ഇവരെ കൊണ്ടുപോകാനായിട്ട് കരാറുകാരൻ വാഹനവുമായി എത്തുന്നു. അഭയാർത്ഥികളെ കൊണ്ടുപോകുന്നത് പോലെ ഇവരെ വാഹനത്തിലേക്ക്, പിക്കപ്പ് വാഹനത്തിലേക്ക് കയറ്റുന്നു, കൊണ്ടുപോകുന്നു. അതായത് കൊട്ടേഷനാണ്. ഇവിടെ മലയാളിയെ ജോലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു കൊട്ടേഷനുണ്ട്. ആ കൊട്ടേഷൻ അനുസരിച്ച് മാത്രമേ അവർ ജോലിക്ക് വരികയുള്ളൂ. അതൊക്കെ ഒരു കവറിനകത്ത് വെച്ച്, അതൊക്കെ ഒന്ന് മടക്കി വെച്ച്, ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്നാൽ ഈ ശമ്പളം കൊടുക്കുന്നവൻ്റെ പെരുവിരലിൽ നിന്ന് അരിച്ചു കയറുന്ന ഒരു അരിശമുണ്ട്. പക്ഷേ മലയാളികൾ ഇരിപ്പുണ്ട് കടത്തിണ്ണകളിൽ, പത്രവും വായിച്ചും വെടി പറഞ്ഞും അതുപോലെ സിഗരറ്റൊക്കെ വലിച്ച് തമാശകളൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന മലയാളികളെ കണ്ടു. നമസ്കാരം. ഞാനൊരു വാർത്ത എടുക്കാനായി വിഴിഞ്ഞത്തിനടുത്തുള്ള മുക്കോല എന്ന പറഞ്ഞ സ്ഥലത്ത് പോയതാണ്. പക്ഷേ അപ്രതീക്ഷിതമായി മഴ പെയ്തത് കാരണം ഞങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ ഈ മുക്കോല ആ പ്രദേശത്തൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പേരവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇത് കേട്ടറിഞ്ഞാണ് ഞാൻ അവിടെ ചെന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശ്ചിമ ബംഗാളിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ എത്തിപ്പെട്ട ഒരു പ്രതീതിയാണ്. മലയാളികളെ കാണാനേ ഇല്ല. അവിടെ മുഴുവൻ ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണ്, കൂടുതലും പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഇവരെ ഒരു കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അത് നമ്മൾ മറ്റൊരു ദിവസം നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിക്കാം. അതായത് രാവിലെ പുലർച്ചെ തന്നെ ഇവരവിടെ വരുന്നു. ഇവരെ കൊണ്ടുപോകാനായിട്ട് കരാറുകാരൻ വാഹനവുമായി എത്തുന്നു. അഭയാർത്ഥികളെ കൊണ്ടുപോകുന്നത് പോലെ ഇവരെ വാഹനത്തിലേക്ക്, പിക്കപ്പ് വാഹനത്തിലേക്ക് കയറ്റുന്നു, കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. മറ്റൊരു രസകരമായ കാഴ്ചയും കൂടി കാണാനിടയായി. അതായത് ഈ പല ഭാഗങ്ങളിലും, ജംഗ്ഷൻ്റെ പല ഭാഗങ്ങളിലും മലയാളികൾ ഇരിപ്പുണ്ട് കടത്തിണ്ണകളിൽ, പത്രവും വായിച്ചും വെടി പറഞ്ഞും അതുപോലെ സിഗരറ്റൊക്കെ വലിച്ച് തമാശകളൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന മലയാളികളെ കണ്ടു. അപ്പോൾ ഞാനൊരു ഒരു ആകാംക്ഷ കൊണ്ട് ചിലരോട് ചോദിച്ചു, ഇന്ന് പണിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത്, പണിയൊന്നുമില്ല, അത് മാത്രമല്ല മഴയാണ്, വല്ലാത്തൊരു കാലാവസ്ഥയാണ്, ഈ സമയത്തൊക്കെ പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്? ഇവിടെ തൊഴിലുള്ളത് കൊണ്ടാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നത്. ഈ തൊഴിൽ മലയാളികൾ തന്നെയാണ് ഇല്ലാതാക്കിയത്. അവരുടെ തൊഴിൽ മലയാളികൾ തന്നെയാണ് ഇല്ലാതാക്കിയത്. ഒന്ന് നോക്കൂ, ഇവർക്കൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയായാലും 1000-1200 രൂപ ശമ്പളം കിട്ടും. പക്ഷെ അവർ അതിന് തയ്യാറല്ല. കേരളത്തിൽ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 5 ലക്ഷത്തിലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അതൊന്നുമല്ല, അതിലും എത്രയോ ഇരട്ടിയാണ് കേരളത്തിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ പറമ്പ് കിളയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ജോലിക്ക് ഒരു മലയാളിയെ വിളിച്ചു എന്ന് കരുതുക. അദ്ദേഹം വരുമ്പോൾ തന്നെ ഒരു 7:30 മണി സമയത്തോടു കൂടി നമ്മുടെ വീട്ടിലെത്തും, ഈ സ്ഥലത്തെത്തും. ഈ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കലാപരിപാടിയുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഡ്രസ്സ് മാറുക. ഈ ഡ്രസ്സൊക്കെ മാറുമ്പോൾ നമ്മൾ സ്ലോ മോഷനിൽ പോലും ഇത്ര വേഗത കുറച്ച് നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ ഒരു ബീഡിയോ സിഗരറ്റോ എടുത്ത് ചുണ്ടിലേക്ക് വയ്ക്കുക, അത് കത്തിക്കുക. ഈ കത്തിക്കുന്നതിനും ഒക്കെ ഒരു സമയ പരിധിയുണ്ട്. വളരെ സ്ലോയിലാണ് അവർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മൊബൈലില്ലാത്ത ആൾക്കാരില്ല. ഈ മൊബൈലൊക്കെ എടുത്തൊന്ന് നോക്കി, അതൊക്കെ ഒരു കവറിനകത്ത് വെച്ച്, അതൊക്കെ ഒന്ന് മടക്കി വെച്ച്, ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്നാൽ ഈ ശമ്പളം കൊടുക്കുന്നവൻ്റെ പെരുവിരലിൽ നിന്ന് അരിച്ചു കയറുന്ന ഒരു അരിശമുണ്ട്. പക്ഷേ നമ്മളൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കും. ദേഷ്യമൊക്കെ കടിച്ചമർത്തി നിൽക്കുന്നില്ലേ, അതുപോലെ നമ്മൾ നിൽക്കും. കണ്ടില്ലേ, അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഇവിടെ ആ മുക്കോല എന്ന് പറയുന്ന സ്ഥലമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ബാലരാമപുരത്തേക്ക് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെയുള്ള സ്ഥിതി ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വീട്ടിലേക്ക് പണിക്ക് വിളിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. അങ്ങനെ വരുന്നു, ഒരു മൺവെട്ടിയോ മറ്റോ എടുത്ത് 2-3 കുത്തുന്നു. അതിനുശേഷം ഒരു 9:30 മണിയോടുകൂടി കാപ്പി കുടിക്കൽ ചടങ്ങുണ്ട്. അതൊരു പക്ഷേ ആ വീട്ടിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും കടയിൽ പോകാം. പുറത്ത് കടയിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതിനേക്കാളും ഇരട്ടി സമയമെടുക്കും. അത് കഴിഞ്ഞ് വീണ്ടും വരുന്നു, സിഗരറ്റ് കത്തിക്കുന്നു, ഡ്രസ്സ് മാറുന്നു. ചിലപ്പോൾ പണിയെടുത്തുകൊണ്ടിരുന്ന അതേ വസ്ത്രത്തിലായിരിക്കാം പോയത്, എങ്കിൽ പോലും വരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഒരു 2 മണിയോടുകൂടി ഈ കലാപരിപാടി അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു ഓഫീസിൻ്റെ വളപ്പ് ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഒരുപാട് പേരോട് ചോദിച്ചു. കാരണം എന്നെക്കൊണ്ട് കഴിയാത്തത് കൊണ്ടല്ല, സമയക്കുറവ് കൊണ്ടാണ്.
അല്ലെങ്കിൽ ഒരു മൺവെട്ടി വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ 15-20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൺവെട്ടി വാടകയ്ക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ചെത്തി വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സമയക്കുറവ് കാരണമാണ് ഞാൻ ഒരാളെ വിളിച്ചത്. ഒരുപാട് പേരോട് ചോദിച്ചു, 5000 രൂപ, 5500 രൂപ. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതിപ്പോൾ ഒരു 6-7 മണിക്കൂർ അങ്ങേ അറ്റം പോയാൽ എത്ര നമ്മൾ വേഗത കുറച്ച് പണി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6-7 മണിക്കൂർ കൊണ്ട് തീരാവുന്നൊരു കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് ഈ 6000-7000 ചേട്ടാ ഒരു 1500 രൂപ അല്ലെങ്കിൽ അങ്ങേയറ്റം 2000 രൂപ അത് പറ്റില്ല. അതായത് കൊട്ടേഷനാണ്. ഇവിടെ മലയാളിയെ ജോലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു കൊട്ടേഷനുണ്ട്. ആ കൊട്ടേഷൻ അനുസരിച്ച് മാത്രമേ അവർ ജോലിക്ക് വരികയുള്ളൂ. ഇത് എത്രയെന്ന് വെച്ചാണ് നമ്മൾ സഹിക്കുന്നത്. അപ്പോൾ അതായത് പണ്ട് കാലത്തൊക്കെ അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് മലയാളിക്കുണ്ടായിരുന്നു, ഇന്നതില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നത് പ്രബുദ്ധരെന്ന് സ്വയം അഭിമാനിക്കുന്ന മലയാളികൾ തന്നെയാണ്. ഇരുതലമൂലി, അതുപോലെ ആട്, തേക്ക്, മാഞ്ചിയം, മണിച്ചേൻ, ഇതെല്ലാം മലയാളികളെയാണ് കബളിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഉത്തരേന്ത്യയിലൊക്കെ ഇരുന്ന് ഒരുപാട് പേരെ, ഇവിടെ വിദ്യാസമ്പന്നരായ ആൾക്കാരെ പോലും വെർച്വൽ അറസ്റ്റും മറ്റും ചെയ്ത് കോടികൾ തട്ടുന്ന സംഘങ്ങളുണ്ട്. നോക്കൂ, പത്രത്തിൽ കണ്ടത് 10ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലിരുന്ന് ഇത്തരത്തിൽ ഇവിടെ ഡോക്ടർമാരെയും അതുപോലെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരെയും കബളിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മലയാളിയുടെ പണിയെടുത്ത്, അതായത് അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് അതിനൊന്നും താല്പര്യമില്ല. കുറുക്ക് വഴിയിൽ കൂടി പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് മലയാളിയുടെ ഒരു സ്വതസിദ്ധമായ ശൈലി. അതെല്ലാവരെയുമല്ല, വലിയൊരു വിഭാഗം, വളരെ ചെറിയൊരു വിഭാഗം അധ്വാനിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ആ ഒരു തലമുറയൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. എങ്കിലും അത്തരത്തിലാണ്. ഇവിടെ ഞാനൊരു കുറ്റപ്പെടുത്തലല്ല, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഇവിടെ ഓട്ടോറിക്ഷകളുടെ ബാഹുല്യം, നമുക്ക് ഒരു മോട്ടോർ വാഹന നിയമമൊക്കെ ഉണ്ട്, പക്ഷേ അത് മറ്റുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് ബാധകം. ഓട്ടോറിക്ഷകൾക്ക് ഇതൊന്നും ബാധകമല്ല. കേരളത്തിലെ നിരത്തുകളിൽ വർദ്ധിച്ചു വരുന്ന ഓട്ടോറിക്ഷകളുടെ ബാഹുല്യം എടുത്താൽ തന്നെ നമുക്കറിയാൻ കഴിയും എത്രമാത്രം ഓട്ടോറിക്ഷകൾ ഒരു ദിവസം നിരത്തിലേക്ക് പുതിയതായി ഇറങ്ങുന്നു എന്നുള്ളത്. എന്തുകൊണ്ടാണത്? ഞാൻ പറയും, അധ്വാനിക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട്. നിങ്ങൾക്ക് എന്നോട് ചിലപ്പോൾ അമർഷം തോന്നാം, പുച്ഛം തോന്നാം, പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇവിടെ ശരാശരി ഒരു 1000 രൂപയെങ്കിലും അതിൽ നിന്ന് സമ്പാദിക്കാൻ കഴിയാതെ ആരെങ്കിലും ഓട്ടോറിക്ഷയുമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വരുന്നവർ തന്നെ മീറ്റർ ഇട്ട് ഓടാൻ തിരുവനന്തപുരം നഗരത്തിലെ പ്രത്യേകിച്ച് ഒരു ഓട്ടോറിക്ഷക്കാരും തയ്യാറല്ല എന്നുള്ളതാണ്. അവർക്കത് മുതലാകില്ല എന്നുള്ളതാണ്. നമുക്ക് നീ വേണമെങ്കിൽ പരാതിപ്പെട്ടോ, എനിക്കിതൊക്കെ പുല്ലാണ്, എനിക്കിവിടെ എൻ്റെ യൂണിയനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സംഘടനാ ശക്തിയുണ്ട് എന്നുള്ള ഒരു അഹങ്കാരവും ധാർഷ്ട്യവും ഉള്ളതുകൊണ്ട് ഇതിനൊക്കെ നമ്മൾ വഴങ്ങിക്കൊടുക്കേണ്ട ഒരു ഗതികേടിലാണ്. അപ്പോൾ ഈ ഓട്ടോറിക്ഷ എടുക്കുന്നവന് വേറെ ഒന്നുമില്ല. കാരണം രാവിലെ വരുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള പോയേക്ക് വരാം. കാരണം അതൊരു പൗരൻ്റെ സ്വാതന്ത്ര്യമാണ്. അവൻ ഏത് തൊഴിൽ ചെയ്യണം എന്നുള്ളത് ഒരു പൗരൻ്റെ സ്വാതന്ത്ര്യമാണ്. ഞാൻ അതിനെ ചോദ്യം ചെയ്യുകയില്ല. പക്ഷേ നമ്മൾ നോക്കൂ, ഒരു ഇയർഫോൺ എടുത്ത്, ഒരു ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ വയ്ക്കും. ചിലർ കാലൊക്കെ മടക്കി ഡ്രൈവിംഗ് സീറ്റിൽ, ഒരു കാല് മടക്കി ഡ്രൈവിംഗ് സീറ്റിൽ വെച്ച് വാഹനം ഓടിക്കുന്നുണ്ട് ഓട്ടോറിക്ഷ. അപ്പോൾ ഈ ഒരു ഇയർഫോൺ വെച്ച് വാഹനം ഓടിക്കുമ്പോൾ ഇവർ ചിലപ്പോൾ പാട്ട് കേട്ടിട്ടായിരിക്കാം ഓടിക്കുന്നത്, ചിലപ്പോൾ ഫോണിൽ സംസാരിച്ചിട്ടായിരിക്കാം ഓടിക്കുന്നത്. നമ്മളൊക്കെ പലപ്പോഴും ഇതിൻ്റെ പുറകിൽ ചെന്ന് ഹോൺ അടിച്ചാൽ പോലും ഇത്തരത്തിൽ നമുക്ക് അറിയാൻ കഴിയില്ല, ഇവർക്കറിയാൻ കഴിയില്ല. പുറകിൽ വാഹനം വരികയാണ്, ഇത് ഹോൺ അടിക്കുകയാണ് എന്നുള്ള കാര്യമൊന്നും അവരറിയില്ല. അവരൊക്കെ പരിസരമൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് ഇവർ ഈ വാഹനം ഓടിക്കുന്നത്. ഞാനീ പറയുന്നത് കള്ളമല്ല, നിങ്ങളിൽ പലരുടെയും നാടുകളിൽ ഇത് നിങ്ങൾ കണ്ടതായിരിക്കും. പക്ഷേ ഇതൊക്കെ നമ്മൾ തുറന്നു പറയാൻ പലർക്കും മടിയാണ്, ഭയമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്കെതിരെ തിരിയൂ, നമുക്കെതിരെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഭയം കൊണ്ടാണ്. പക്ഷേ അതൊന്നും കൊണ്ട് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഇഷ്ടമുള്ള എന്നാൽ അവർക്ക് ഇഷ്ടമുള്ളൊരു ജോലി ചെയ്യാനുള്ള അവർക്ക് സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട്. പക്ഷേ ഇവിടെ ഓട്ടോറിക്ഷകൾ ഈ നിരത്തിലേക്ക് ഇറക്കി വിടുന്നതിന് സർക്കാരിന് യാതൊരു നിയന്ത്രണവുമില്ല എന്നുള്ളതാണ്. അതൊന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ അല്പം അധ്വാനം അധികമില്ലാത്ത ജോലികൾ ചെയ്ത് കാലം കഴിച്ചു കൂട്ടാനാണ് പലർക്കും താല്പര്യം, ഒരു വലിയ വിഭാഗത്തിനും താല്പര്യം. അതാണ് മലയാളിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ കേരളത്തിലേക്ക് കൂടുതലായി എത്തുന്നത്. മുമ്പൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിരുന്നു തൊഴിലാളികൾ കേരളത്തിലേക്ക് എത്തിയിരുന്നത് എങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ളത് പശ്ചിമ ബംഗാളിൽ നിന്നാണ്. അതോടുകൂടി മയക്കുമരുന്നിൻ്റെ ഉപയോഗവും കുറ്റകൃത്യങ്ങളും ഒക്കെ വർദ്ധിച്ചു.
അത് ഇപ്പോൾ മണിപ്പൂരിൽ ഇപ്പോൾ നമ്മുടെ ഹോട്ടലിൽ ചെന്നാൽ പോലും അല്ലെങ്കിൽ ബാർബർ ഷോപ്പുകളിൽ ചെന്നാൽ പോലും എവിടെയും അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് മറ്റൊരു നാട്ടിൽ പോയി എന്ത് ജോലിയും ചെയ്യാൻ മടിയില്ല. ഏത് ജോലിയും നമ്മൾ ചെയ്യും. ഇപ്പോൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ജോലിയും ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാരുണ്ട്. കിട്ടുന്ന ശമ്പളം ചിലപ്പോൾ 30,000-ഓ 40,000-ഓ രൂപയായിരിക്കും. വിസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഇവർ ഗൾഫിൽ പോയിട്ട് മണിക്കൂറുകളോളം അവിടെ ചെന്നിട്ട് ഇതേ കണക്കിന് അടിമകളെപ്പോലെ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ അവർക്ക് യാതൊരു മനസ്താപവും ഇല്ല, ഒരു പശ്ചാത്താപവും ഇല്ല, ഒരു ആത്മാഭിമാന കുറവുമില്ല. കാരണം നാട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു പത്രാസിൽ വരാമല്ലോ എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ അത്തരക്കാർ ചുരുക്കമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, കേരളത്തിലെ ഈ 5 ലക്ഷം അതിഥി തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, അതായത് 3.5 കോടി ജനസംഖ്യയുള്ള കേരളത്തിൽ 5 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടെന്ന് പറയുമ്പോൾ അത് വെറുമൊരു കണക്ക് മാത്രമാണ്. പക്ഷേ അതിനേക്കാളും എത്രയോ ഇരട്ടിയാണ് കേരളത്തിലെ സംസ്ഥാന തൊഴിലാളികൾ. അപ്പോൾ അവരെ ഒരു ദിവസം, ഒരു മാസം അവരുടെ കുടുംബത്തിലേക്ക് ഈ 5 ലക്ഷം പേര് 10,000 രൂപ വീതം അവരുടെ മിച്ചം പിടിച്ച്, 10,000 രൂപയൊന്നുമല്ല, ലക്ഷക്കണക്കിന് രൂപ നാട്ടിലേക്ക് അയക്കുന്ന ആൾക്കാരെ അറിയാം. അവർ മറ്റേ പല ബിസിനസ്സുകളും പല കാര്യങ്ങളും ചെയ്തിട്ടാണ് അയക്കുന്നവരെ അറിയാം. അപ്പോൾ അവരൊക്കെ ഈ പണം 10,000 രൂപ വെച്ച് ഒരാൾ നാട്ടിലേക്ക് ഒരു മാസം അയക്കുമ്പോൾ 5 ലക്ഷം പേർ എത്ര രൂപ അയക്കുന്നു? ആ പണമൊക്കെ എവിടെയാണ് വിനിയോഗിക്കപ്പെടുന്നത്? അവരുടെ നാട്ടിലാണ്. ആ വികസനം ഉണ്ടാകുന്നതും അവിടെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അതൊന്നും ഇല്ല. ഇതൊക്കെ ഈ മലയാളികൾക്ക് അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് ഇല്ലാത്തതിൻ്റെ ഒരു തെളിവാണ്. അതുമാത്രമല്ല, നമുക്കറിയാം എവിടെ നോക്കിയാലും നമുക്കിവിടെ നമ്മുടെ അതിർത്തി ഒന്ന് അടച്ചിട്ടാൽ, എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മുടെ അതിർത്തി അടച്ചിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോറി സമരം വന്നാൽ, നമുക്കിവിടെ പാൽ അന്യസംസ്ഥാനത്ത് നിന്ന് വരണം. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത്ര ഉൽപ്പാദിപ്പിക്കുന്നില്ല. മാംസം, മത്സ്യം, തൂത്തുക്കുടി അങ്ങനെയുള്ള മേഖലകളിൽ നിന്നാണ് കൂടുതലും മത്സ്യങ്ങൾ ഇപ്പോൾ വരുന്നത്. അതുപോലെ ഇറച്ചിക്കോഴി അത് വരുന്നതും, അതുപോലെ മറ്റു മീറ്റുകളും, പച്ചക്കറി, അരി ആന്ധ്രയിൽ നിന്ന്, അങ്ങനെ എല്ലാ വസ്ത്രങ്ങൾ, ഇതെല്ലാം വരുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഈ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇത് വലിയൊരു അപകടത്തിലേക്കാണ് ഈ പോക്ക്. കാരണം അധ്വാനിക്കാൻ ഉള്ള മലയാളിയുടെ മനസ്സ്, അത് പ്രോത്സാഹിപ്പിക്കാനൊന്നും ആരും തയ്യാറല്ല. സംരംഭം തുടങ്ങാൻ പോലും ഇവിടെ ആരും ധൈര്യപ്പെടുന്നില്ല കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ ഭീകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ നാടിനെ കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ മലയാളികളായ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. അവരൊക്കെ അവരുടെ കഴിവിനനുസരിച്ച് അവർ അന്യരാജ്യങ്ങളിലേക്ക് പോയി അവരുടെ ജീവിതം കരുപിടിപ്പിക്കുകയാണിപ്പോൾ. കാരണം കേരളത്തിൽ തുടരാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ തുടരാൻ ആരും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് വലിയൊരു അപകടത്തിലേക്കാണ് നമ്മുടെ ഈ നാടിൻ്റെ പോക്ക് എന്ന് തിരിച്ച് അറിയാതെ വയ്യ. ഒരു കാലത്ത് ഇവിടെ ഇനിയിപ്പോൾ കടകളുടെ ഉടമസ്ഥതയൊക്കെ മിക്കവാറും പല സ്ഥലങ്ങളിലും ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ അവരൊക്കെ വളരെ അധ്വാനിച്ച് തന്നെയാണ് പല കാര്യങ്ങളുമൊക്കെ ചെയ്ത് കുറച്ച് പൈസ സമ്പാദിച്ച് പല വ്യാപാര സ്ഥാപനങ്ങളൊക്കെ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഗൾഫ് കൂടിയാണ് കേരളം. അത് മലയാളിക്ക് വളരെയധികം ദോഷം ചെയ്യും. അധ്വാനിക്കാനുള്ള മനസ്സ് നഷ്ടപ്പെടും. അതുപോലെ അസുഖങ്ങൾ കൂടി വരുന്നുണ്ട്. കാരണം ജോലി ചെയ്യാത്തത് കാരണം അസുഖങ്ങൾ കൂടി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദോഷവശങ്ങൾ ഇതിനുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ പലർക്കും അത് അനിഷ്ടം തോന്നാം. പക്ഷേ പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല എന്നുള്ളതാണ്.